നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇത്രയും ചെമ്മീനാണ് നമ്മൾ കിട്ടിയേക്കുന്നത്. പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊരു കറി വെക്കാം. ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? കറി വെക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് റോസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി, ഒരു ലേശം പെരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടെടുക്കാം. ചെമ്മീൻ ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ആക്കിയ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂടി വെക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഒരു ലേശം ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാല ഏതേലും, ഞാനിപ്പോൾ ചേർക്കുന്നത് മീറ്റ് മസാലയാണ്, അതേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ചേർത്തത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണേൽ കുരുമുളക് പൊടി, തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ അധികം ഓവറായിട്ടുള്ള ഇത് വരും, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇടാഞ്ഞത്. അതൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി. ഉണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പറ്റുവാണെങ്കിൽ ഒരു കമൻറ്റ്. സബ് ചെയ്തില്ല ഒന്ന് സബ് കൂടെ ചെയ്ത് തരിക കേട്ടോ. ബൈ.